Hello മക്കളെ, അപ്പോൾ നിങ്ങളിൽ പലരും ഈ ഒരു ന്യൂസ് അറിഞ്ഞിട്ടുണ്ടാവും. അതായത് നമ്മളുടെ +2 ഓണം എക്സാം ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ ഗവൺമെൻറ് തന്നെ സെറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് കോമൺ ക്വസ്റ്റ്യൻ പേപ്പറാണ് എല്ലാ സ്കൂളുകളിലും നമ്മൾ ഓണം എക്സാമിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ളൊരു ഉത്തരവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തവണത്തെ ഓണം എക്സാം ഗവൺമെൻറ് സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടായിരിക്കില്ല നടത്തുന്നത്. പകരം നമ്മളുടെ സ്കൂളുകൾക്ക് തന്നെ, അതായത് നമ്മളുടെ സ്കൂളിലെ ടീച്ചേഴ്സിന് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ട് അവരായിരിക്കും നിങ്ങളുടെ ഓണം എക്സാം നടത്തുന്നുണ്ടാവുക. അതായത് ഓരോ സ്കൂളിനും എന്തായിരിക്കും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും. നമ്മുടെ സ്കൂള് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പക്ഷേ അത് തോന്നിയ രീതിയിലൊന്നും ആയിരിക്കില്ല ആ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾ മുൻപ് SCERT തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മോഡലിലായിരിക്കണം നിങ്ങളുടെ സ്കൂളുകൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്തായാലും ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം ആ മോഡലിലായിരിക്കും നിങ്ങളുടെ ഈ തവണത്തെ ഓണം എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള നമ്മുടെ പബ്ലിക് എക്സാം ഒക്കെ പോലെ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാണ് നിങ്ങൾ ഓണം എക്സാം എഴുതിയത്. പക്ഷേ +1 അങ്ങനെ ആയിരുന്നില്ല. ഈ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വൈകിയതുകൊണ്ട് തന്നെ +1 സാധാരണ സ്കൂളുകാർ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതും. ആ ഒരു രീതിയിലായിരുന്നു +1 ഓണം എക്സാം. പക്ഷേ +2കാർക്ക് ഇതാ ആദ്യമായിട്ട് നിങ്ങൾ സ്കൂളുകാർ സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചായിരിക്കും നിങ്ങൾ ഈ തവണത്തെ ഓണം എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അത് തന്നെ കുറേ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കുറേ ടോപ്പിക്സ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ചെറിയ കറക്ഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ആ കറക്ഷൻസ് ഒക്കെ നോക്കിയിട്ടായിരിക്കണം ക്വസ്റ്റ്യൻസ് ഇടേണ്ടത്. അതായത് ഡിലീറ്റഡ് പോർഷൻസിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് ഇടാൻ വേണ്ടി പാടില്ല. അത് മാത്രമല്ല, ഓണം എക്സാമിന് മുൻപ് ഇത്ര പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണമല്ലോ. ആ പോർഷൻസിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരിക. അല്ലാതെ പുതിയ പോർഷൻസിൽ നിന്ന്, അതായത് ഓണം എക്സാമിന് ശേഷമുള്ള ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ ഈ തവണത്തെ ഓണം എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓണം എക്സാം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ ഗവൺമെൻറ് നടത്തുന്നില്ല. പകരം ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇറക്കിയിട്ടുള്ള SCERT തന്നെ ഇറക്കിയിട്ടുള്ള ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കൂളുകളായിരിക്കും ഈ ഒരു ഓണം എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ ഓണം എക്സാം ഇല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഓണം എക്സാം ഉണ്ട്, പക്ഷേ എന്തായിരിക്കും നിങ്ങളുടെ സ്കൂൾ തന്നെ സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതായത് നമ്മൾ പഠിക്കാതിരിക്കേണ്ട സമയമോ അല്ലെങ്കിൽ ഓണം എക്സാം ക്യാൻസൽ ചെയ്തിട്ടോ ഒന്നുമില്ല. നിങ്ങൾ വൃത്തിയായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് പഠിക്കാൻ, ഓക്കെ, നിങ്ങൾക്കത് ഇന്ന് മുതലാണ് നമ്മളുടെ എക്സാമിനുള്ള ഷോർട്ട് നോട്ട് ലൈവ് മാരത്തൺ ക്ലാസ്സുകൾ നമ്മുടെ UYARE ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. കാരണം ഓരോ ലൈവുകളും മാരത്തൺ ലൈവാണ്. അപ്പോൾ എന്തായാലും ഒരു മിനിമം 2 to 3 hours ലൈവ് ആയിരിക്കും. അപ്പോൾ ഈ ലൈവ് നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും, പിന്നെ നിങ്ങൾ നാളെയാണ് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ലൈവ് പെൻഡിങ് ആയി, അല്ലെങ്കിൽ ആ ക്ലാസ് പെൻഡിങ് ആവും. അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ എൻ്റെ കുട്ടിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, വേഗം തന്നെ താല്പര്യമുള്ള മക്കളാണ് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിക്കണം. നിങ്ങളുടെ ഓണം എക്സാം സിലബസ് കംപ്ലീറ്റ് ഉണ്ട്. അതായത് ഫസ്റ്റ് ടേമിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് എന്തായാലും നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ചാൻസാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത്. വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. ഷോർട്ട് നോട്ട് ലൈവ് മാരത്തൺ ക്ലാസ്സുകൾ ഒന്നുപോലും മിസ് ചെയ്യാതെ കണ്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഈ ഓണം എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ക്രിസ്മസ് എക്സാമും പബ്ലിക് എക്സാമും ഒക്കെ ഇരിപ്പുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കിട്ടും. ഇനി കഴിഞ്ഞു പോയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാകും, വർക്ക്ഷീറ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ പ്രോപ്പറായിട്ടുള്ള എക്സാംസും ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇനി വരുന്ന ചാപ്റ്റേഴ്സ് എങ്കിലും പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതേപോലെയൊക്കെ എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓണം എക്സാമോ എന്തായാലും ഈ എക്സാം ക്യാൻസൽ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണ്. നിങ്ങളുടെ സ്കൂൾ തന്നെ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ടാകും. അതിൻ്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ടാകും. അപ്പോൾ പ്രോപ്പറായിട്ട് പഠിക്കുക. അപ്പോൾ ഇതറിയാത്ത നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ അതെന്തായാലും പ്രാക്ടീസ് ചെയ്യുക. വെരി ഇമ്പോർട്ടൻറ്റ്. Okay.